അഭിമന്യു വധക്കേസിലെ സുപ്രധാന രേഖകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അന്വേഷണം നടത്തും. മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെയാണ് സർക്കാർ DGPക്ക് നിർദ്ദേശം നൽകിയത്. അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് അഭിമന്യുവിന്റെ സഹോദരൻ പരിജിത്ത് ആവശ്യപ്പെട്ടു. മീഡിയ വൺ ഇംപാക്ട്. മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകനായിരുന്ന അഭിമന്യു കൊല്ലപ്പെട്ട് 5.5 വർഷം പിന്നിട്ടിട്ടും വിചാരണ നടപടികൾ ആരംഭിക്കാത്തതിൽ പ്രതിഷേധമുയർന്നിരുന്നു. ഇതിനിടയിലാണ് സെൻട്രൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, മജിസ്ട്രേറ്റ് നൽകിയ മൊഴികളടക്കമുള്ള 11 സുപ്രധാന രേഖകൾ എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്നും കാണാതായ വിവരം മീഡിയ വൺ പുറത്തുവിട്ടത്. പിന്നാലെ സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് സർക്കാർ നിർദ്ദേശം നൽകി. അത് കോടതിയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. അത് മാധ്യമങ്ങൾ കാണുകയുണ്ടായി. അതെന്താണെന്ന് പരിശോധിക്കുക. ഹൈക്കോടതിയാണ് പരിശോധിക്കേണ്ടത്. എന്നാൽ DGPയോ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് വന്ന വാർത്തകളുടെ എന്താണെന്ന് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിചാരണ നടക്കാനിരിക്കെ രേഖകൾ കാണാതായതിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും അഭിമന്യുവിന്റെ സഹോദരൻ പരിജിത്ത് ആവശ്യപ്പെട്ടു. രേഖ എന്തായാലും കോടതിയിൽ നിന്ന് വെറുതെ ഇറങ്ങിപ്പോകില്ലല്ലോ. അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര്? അവർക്കെതിരെ കടുത്ത നടപടി എടുക്കണം. രേഖകൾ നഷ്ടപ്പെട്ടതിന് പിന്നിൽ അട്ടിമറി ഉണ്ടായിട്ടുണ്ടെന്ന് KSU ആരോപിച്ചു. ഈ കേസ് അട്ടിമറിയുടെ എല്ലാം ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉത്തരവാദി CPM തന്നെയാണ്. ഇത് അവിടുത്തെ ഉന്നത പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഇതിന്റെ ഓരോ ചലനങ്ങളും നടക്കുന്നത്. സുപ്രധാന രേഖകൾ നഷ്ടമായത് യാദൃച്ഛികമല്ലെന്നും അഭിമന്യു വധക്കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നത് CPM ആണെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. അതിനിടെ രേഖകൾ വീണ്ടും തയ്യാറാക്കണമെന്നുള്ള നിർദ്ദേശമാണ് സെഷൻസ് കോടതിക്ക് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. പകർപ്പുകൾ ശേഖരിച്ച് സർട്ടിഫൈ ചെയ്യേണ്ടതിനാൽ വിചാരണ നടപടികൾ ആരംഭിക്കാൻ വൈകും. SS ശരൺ, മീഡിയ വൺ, കൊച്ചി.